വാതിലിതാ തുറന്നു കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള കൈരളിയുടെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. സ്വാഗതം. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ സ്വന്തം രാമചന്ദ്രൻ. അത്ര വേണ്ട, ആവശ്യത്തിന് മതി. അല്ല അത് എന്താ പറയുക, ശീലമാണ്, ശീലം. ഈ നമ്മൾ നാട്ടിലൊക്കെ പറയേ ഈ വെഗിളി എന്നൊക്കെ പറയൂലേ, അയ്യോ, അല്ലേ? കുണ്ടണി ഭയങ്കരം തന്നെ. എന്തൊരു കഷ്ടമാണ്. ചാർജ് കുണ്ടണിയാണത്. മിണ്ടാതിരുന്നാ പറയാം പഴം പുഴുങ്ങിയിരിക്കുന്നു പഴം പുഴുങ്ങിയിരിക്കുന്നു. പക്ഷെ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ട് നമ്മള് നല്ല കോശങ്ങളുടെ സാധാരണ ഒന്ന് എഴുതിരിക്കും തിരിച്ചു അതെ അല്ലേ അങ്ങോട്ടും തിരിച്ച് പറയിച്ചത് അതെ. അത് നമ്മള് ഓൾറെഡി കണ്ടിങ്ങനെ കണ്ടുപിടിച്ചിരിക്കുക. നല്ല മുണ്ട്, നല്ല ഷർട്ടും, പ്രത്യേക കോസ്റ്റ്യൂമുള്ള സൂപ്പർ. ആദ്യമായിട്ട് ഇവിടെ മുണ്ടെടുത്തിട്ടുണ്ടല്ലേ? പൂവാണത്. റോസാപ്പൂ, ആമ്പൽപ്പൂ. നല്ല രസമുണ്ട് കോസ്റ്റ്യൂം. നല്ല താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. എളിമ. അല്ല, ഞാനേ നമ്മള് ചില ശീലങ്ങളുണ്ട് നമുക്ക്. അത് ഞാൻ ഒരു ചെറിയ കഥ പറയട്ടെ. ഒരു വീട്ടില് നമ്മുടെ ഇലയട ഉണ്ടല്ലോ, ഇലയട. ഓരോ നാട്ടിൽ ഓരോരോ പേരുകളാണ്. അത് ഇല നമ്മള് വട്ടത്താമര വട്ടയില. അപ്പൊ ഒരു വീട്ടില് ഒരമ്മ ഇലയട ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ മാവ് പരത്തി അതിനകത്ത് കൂട്ടുകളെല്ലാം കൊളുത്ത് വെച്ച് മടക്കി ഇലയുടെ തുമ്പൊന്നുകൂടി മടക്കിയിട്ട് ആണ് കുട്ടുവത്തിനകത്തേക്ക് വെച്ചത്. അപ്പൊ കുഞ്ഞിനൊരു കൗതുകം, എല്ലാ ഇലകളും അതുപോലെ തന്നെ മടക്കിയിട്ടാണ് അമ്മ വെക്കുന്നത്. അപ്പൊ കുഞ്ഞു വെച്ച അമ്മ എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇപ്പൊ അല്ലാതെ വെക്കാമല്ലോ. അപ്പൊ അതിന്റെ തുമ്പിൽ കുറച്ച് എഡ്ജ് ഇങ്ങനെ കിടക്കണം, അത് മാത്രം ഇങ്ങനെ മടക്കി വെക്കും. എല്ലാ ഇലകളും ചെയ്യുന്നുണ്ട്. അപ്പൊ അമ്മ പറഞ്ഞ എനിക്ക് അങ്ങനെ വെച്ച മക്കളെ എനിക്ക് അറിയില്ല, എന്റെ അമ്മ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്, അപ്പൊ ഞാനും ചെയ്യണം, അതുകൊണ്ട് ഞാനും അങ്ങനെ ശീലം. അങ്ങനെ എന്ത് ചെയ്തു? അപ്പൊ ആ കുഞ്ഞു ചോദിച്ച പ്രകാരം ഈ അമ്മ വിളിച്ചിട്ട് അമ്മയോട് ചോദിച്ചു, അമ്മയെ ഞാൻ ഇന്ന് മോള് ചോദിച്ചപ്പോഴാണ് അറിയുന്നത് ഈ ഇലയുടെ ഉണ്ടാക്കുമ്പോൾ അമ്മ എന്തിനാ ഇങ്ങനെ സൈഡ് ഇങ്ങനെ മടക്കി മടക്കുന്നത്. അപ്പൊ അമ്മ അയ്യോ മക്കളെ, ഞാൻ എന്റെ അമ്മയെ കണ്ട് പഠിച്ചതാണ്. അപ്പൊ മുത്തശ്ശി ഭാഗ്യത്തിനുണ്ടായിരുന്നു. അങ്ങനെ മുത്തശ്ശി വിളിച്ചു ചോദിച്ചപ്പോ അമ്മ എന്തിനാണ് ഇങ്ങനെ ഇലയുടെ ഉണ്ടാക്കുന്നത്, നമ്മളിങ്ങനെ അതിന്റെ അറ്റം ഇങ്ങനെ മടക്കി വെക്കുന്നത് ചോദിച്ചു. അപ്പൊ അമ്മ പറയാണ്, അന്നൊക്കെ ചെറിയ കുട്ടങ്ങളായിരുന്നു, ചെറിയ പാത്രങ്ങളെ ആവിയേറ്റ് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ചെറുതായിരുന്നു. അപ്പൊ ഇത് വെക്കും വെളിയിലോട്ടായി. അതുകൊണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ സാഹചര്യത്തിൽ ചെയ്ത് മടക്കിപ്പോയതാണ്. അത് കണ്ട് അമ്മ പഠിച്ചു, അത് കണ്ട് മോള് പഠിച്ചു, അത് കണ്ട് അടുത്ത ശീലങ്ങൾ ഇങ്ങനെയാണ് മാറി വരുന്നത്, അല്ലേ? അപ്പൊ തീർച്ചയായും നമ്മുടെ ശീലങ്ങളും ഇങ്ങനെ മാറി, നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശീലങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. പല സമയങ്ങളിൽ പലയിടത്തായി മാറി നിന്നിരുന്ന പ്രേക്ഷകർ ഇപ്പോ കൃത്യം 9 മണിയാകുമ്പോ അവരുടെ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3. അനീഷേ, അങ്ങനത്തെ കാര്യം ഉണ്ടടാ, ഈ കുക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ലേ, നമ്മൾ എന്തായാലും ഇപ്പൊ എനിക്കും ഇപ്പൊ എന്താണ് നമ്മൾ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ഇതൊക്കെയാണ്, നമുക്ക് തിരക്കുകളും കാര്യങ്ങളും. എങ്കിലും ഒരു ആരെങ്കിലും ഒരു സാധനം പാചകം ചെയ്യുന്ന കാണുമ്പോണ്ടല്ലോ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ് അത് കാണാനും. അതെന്താ ചെയ്യുന്നത്, അത് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതൊരു എല്ലാവരുടെയും ഒരു ഇൻട്രസ്റ്റ് ആണ്. പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂടുതലാവും. അപ്പൊ ഇഷ്ടം കൂടുതലായിട്ട് വേണ്ടിട്ട് നമ്മുടെ പ്രോഗ്രാം കുറച്ചുകൂടി കളറാക്കാൻ വേണ്ടിട്ട് ഒരു ഗസ്റ്റിനെ വിളിച്ചാണ്. ഗസ്റ്റ് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗങ്ങളിൽ, സാംസ്കാരിക രംഗങ്ങളിൽ, കലാരംഗത്തൊക്കെ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വനിതാരത്നം. സ്വാഗതം ചെയ്യാം നമുക്ക്. തീർച്ചയായിട്ടും. സോ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ശോഭന ജോർജ്. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ ഈ സെലിബ്രിറ്റി കിച്ചന്റെ ഭാഗമായിട്ട് ഞങ്ങളോടൊപ്പം വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരു മേഖലയല്ല, പല മേഖലകൾ ഇങ്ങനെ സമയം കണ്ടെത്തി പോകുന്ന ആളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ അമ്പലങ്ങളിലും പള്ളിയിലും പോകും അല്ലേ, അത് നമുക്ക് ചെങ്ങന്നൂരിലല്ലേ, തിരുപ്പൂരിലൊക്കെ പോകുന്ന ആളാണ്, പള്ളിയുടെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്,
സിനിമ നമുക്ക് ഏറെ പ്രിയങ്കരമായ സിനിമ, സിനിമയുടെ ഭാഗമാണ്. സിനിമ രചന, സംവിധാനം എല്ലാം എല്ലാം എല്ലാ മേഖലയിലും കൈവച്ച ആളുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണ് എല്ലാവരും ഇരിക്കുന്നത്, ഇവരെല്ലാവരും ചേർന്നാണ് പാചകം ചെയ്യുന്നത്. ഇന്നും നമ്മുടെ സന്തോഷം അപ്സര, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് മേഡം ഒരു വിഭവം ചേർത്ത് തരും. അങ്ങനെയല്ല, നിങ്ങൾക്കെല്ലാം ഞാൻ ഇന്നൊരു പണി തരും. അല്ല, അങ്ങനെയാണെങ്കിൽ അത് വേണം, കാരണം ഇവരെല്ലാം നമുക്ക് പണിയെന്നോണ്ടിരിക്കുക. അനീഷേട്ടാ, വേറൊരു സന്തോഷം എന്ന് പറഞ്ഞാല് നമ്മുടെ സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിന്റെ സീസൺ 1-ലും മാം വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ടുണ്ട്, വളരെ സ്വാദിഷ്ടമായി നമ്മളത് കഴിച്ചിട്ടുണ്ട്. മാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫുഡാണോ ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കുക്ക് ചെയ്യുന്നത്? അങ്ങനെയാണോ? അല്ല, അത് സീക്രട്ട് ആണ്. എന്തായാലും മാം നന്നായിട്ട് കുക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കിൽ ഒരു റീല് കണ്ടു. വളരെ സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഒരു നൈറ്റിയൊക്കെ ഇട്ടിട്ട് ആ ഫ്ലാറ്റിന്റെ ബാൽക്കണിയിലുള്ള തോന്നുന്നു കറിവേപ്പില പറിച്ചൊക്കെ എടുത്തിട്ട് അതിന്റെ അത് പറയുന്നതും അത് ആസ്വദിച്ച് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോ അറിയാം നല്ലൊരു നല്ല കൃഷിയുണ്ട് ബാൽക്കണി. ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നതെങ്കിലും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറിയും ഞങ്ങൾക്ക് ബാൽക്കണിയിൽ. സൂപ്പർ മാം. പിന്നെ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ഇതുവരെ അങ്ങനെ നമ്മൾ പേഴ്സണലി 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കണ്ടിട്ട് തോന്നുന്നു വേദികളിൽ, പക്ഷെ ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. ഒരുപാട് വർഷങ്ങളായി നമ്മൾ മാമിനെ കാണുന്നത്. നമ്മൾ സംസാരിച്ചല്ലോ പുത്തൻകാവിൽ വന്നപ്പോ നമ്മൾ ഒരുമിച്ചല്ലേ ശരിയാണ്, കറക്റ്റ്. പക്ഷെ എനിക്ക് ഇത് പറയാനായിട്ട് ഇതൊരു അവസരം കിട്ടിയിട്ടില്ല. എന്ന് വെച്ചാല് സാധാരണ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ ഇറങ്ങുന്ന സ്ത്രീകളൊക്കെ ഒട്ടും ഭയങ്കര ഒന്നും ഒരുങ്ങാതെയും മറ്റേ അല്ലേ ഭയങ്കര എന്താണ് സിമ്പിൾ അങ്ങനെയൊക്കെ ഇട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്നത് എപ്പോഴും എന്തൊരു സ്റ്റൈലിഷ് ആയിട്ട് നല്ല ഡ്രസ്സിങ്, നല്ല കളർ സെൻസ്, നല്ല എപ്പോഴും ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടിരിക്കുക. അത് ഭയങ്കര ഒരു സത്യം. അത് അല്ല, അങ്ങനെ നമുക്ക് ഏറ്റവും ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അത് കാണുമ്പോൾ. ചിലരൊക്കെ പറയും ഭയങ്കര എൻ്റെ അമ്മോ ലിപ്സ്റ്റിക് ഇട്ടു ആഡംബരമാണ് മറ്റ്. പക്ഷെ ഉള്ള കാര്യം പറയാം മാം, എപ്പോഴും സുന്ദരിയായിട്ട് എപ്പോഴും ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നിൽക്കുന്ന മാമിനെ കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. താങ്ക് യു. അതെ, രാഷ്ട്രീയത്തിൽ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ കാലഘട്ടമല്ല ഞാൻ നിന്നിട്ടുള്ളത്. ഞങ്ങൾക്കറിയാലോ എത്രയോ വർഷം, എത്ര 50 വർഷത്തോളമായി ഞാൻ ഈ രംഗത്ത് നിൽക്കുകയാണ്. ഈ വെള്ളത്തിലെ 15 വർഷം MLA, വെള്ളത്തിലെ അമ്പല് പോലെ പൊങ്ങിയും താണും, പക്ഷെ തോറ്റു കൊടുക്കത്തില്ല. ഈ പറഞ്ഞ പോലെ ഇവിടെ വന്നപ്പോ ഇവർക്കൊരു പണി കൊടുക്കുന്നുണ്ടല്ലോ. നമ്മളും ചില പണികളൊക്കെ വെച്ചിട്ടുണ്ട്, ചില ഗെയിമുകളെ. അല്ല അനീഷേട്ടാ, എന്തും നമ്മൾ പറഞ്ഞില്ല, എന്ത് ചെയ്യാൻ ആള് വില്ലിംഗ് ആയിട്ടുള്ള, തോറ്റു കൊടുക്കില്ല, പവറുള്ള ആള്. അപ്പൊ നമ്മൾ ഗെയിം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ സാധാരണ ഇവരെല്ലാം ഓരോ വിഭവങ്ങൾ തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊന്ന് വാമപ്പ് ഉണ്ട്, ചുമ്മാ ഒരു എന്താ പറയുന്നത് ഒരു സ്പിരിറ്റ് കൂടാൻ. അതിനാണ് നമ്മൾ ഈ പറയുന്ന ചില ഗെയിമുകൾ. റെഡിയല്ലേ നമ്മള്? അപ്പൊ ഇത് നമ്മളോടൊപ്പം മാം ഉണ്ട് നമ്മളോട്. തുടങ്ങിയാലോ നമുക്ക്? എനർജി ബൂസ്റ്റ്. തുടങ്ങാം. അല്ല, വേറെ ഒന്നുമില്ല, നമ്മളെപ്പോഴും നമുക്കറിയാം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നുണ്ട് തന്നെ കൂടുതൽ അറിയാം. ഇപ്പൊ ഈ കാലത്ത് നമുക്ക് സത്യങ്ങൾ പലപ്പോഴും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യങ്ങളാണ്. കാരണം നമ്മൾ പറയുന്നത് പൂർണ്ണമായും എങ്ങും എത്താറില്ല അല്ലേ പലപ്പോഴും. അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും സത്യം പറയാൻ മടിക്കാറുണ്ട്, തുറന്നു പറച്ചിലും മടിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായിട്ട് മാഡത്തിന്റെ അടിയിലേക്ക് എത്തിയാൽ മാഡത്തിന് കുഴപ്പമുണ്ടായിരുന്നു. പക്ഷെ അത് പകുതി മുറിഞ്ഞും മുറിയാതെ ഒക്കെയാണ് ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ അങ്ങ് ആവണ്ട, നമുക്കങ്ങ് കള്ളം പറയാം. വെറുതെ കള്ളം പറയാൻ അതാണ് ഗെയിം. നട്ടാ കുരുക്കാത്ത നുണ പറയണം, അതാണ് ഗെയിം. ഫുൾ കള്ളത്തരം. അയ്യോ, ഇങ്ങനെ പാസ് ചെയ്തങ്ങ് പോകും. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. മാമാണോ തുടങ്ങുന്നത്? കാര്യം മനസ്സിലായിരുന്നു തോന്നല്ലേ? അല്ല, എനിക്ക് മനസ്സിലായി, നമ്മൾ എന്നും ചെയ്യുന്നതല്ലേ. ഞാൻ കരുതി ഞങ്ങൾ എങ്ങനെ ഇത് നമ്മളെ തോൽപ്പിച്ചോ? സാധാരണ സ്വാഭാവികല്ലേ പറയല്ലേ, സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പറയില്ല. പക്ഷെ ഇത് നമ്മൾ മറ്റൊരാളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലെങ്കിൽ പോലും ഇതൊരു ഇതിനകത്ത് ഫുള്ള് തമാശ നിറഞ്ഞു. ഞാൻ തുടങ്ങാം. ഞാൻ ഇന്നേ എന്റെ വീട്ടിലെ കിണറ്റിൽ ഇറങ്ങി കുളിച്ചിട്ടാ വരുന്നത്.
അതെന്താ അങ്ങനെയാണ് സ്ഥിരം? ആ ഞങ്ങൾ അങ്ങനെയാ ഞങ്ങളുടെ നാട്ടില്. ശരി. ഞങ്ങളെല്ലാം കുളിക്കാൻ നേരത്തെ കിണറ്റിലിറങ്ങും, കുളിക്കും, തിരിച്ചു കയറും. അപ്പൊ എങ്ങനെ ഇറങ്ങുക? ഫ്ലൈറ്റിലാണ് ഇറങ്ങുക? ആ അതൊക്കെ ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കറിയാം എങ്ങനെ ഇറങ്ങണമെന്ന്. കയറി തൂങ്ങിയാ പറഞ്ഞ അപ്സര എനിക്ക് അറിയാട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ മാമിന്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഫ്ലൈറ്റില് ഇവര് കിണറ്റിലേക്ക് ഇറങ്ങി പോണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റിൽ ഇറങ്ങി പോണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് ഫ്ലൈറ്റിൽ കയറാൻ ഞാൻ ആദ്യമായിട്ടാ കയറിയിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് കൊതി വന്നിട്ട് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അതിനകത്ത് കേട്ടിനകത്ത് വേറൊരു വീടില്ലേ നിങ്ങൾക്ക്? ആ ഉണ്ട് 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 ഉണ്ട്. പക്ഷെ അത് കിണറിനകത്താ. കിണറിനകത്ത് നവീൻ ചേട്ടൻ ഉണ്ടായിരുന്നല്ലോ. ഞാനുണ്ടായിരുന്നു. എനിക്ക് സ്വർണത്തിന്റെ ഒരു സോപ്പ് കിട്ടിയായിരുന്നു. അപ്പൊ അതിട്ടൊന്ന് കുളിക്കാനായിട്ടാണ് ഞാനും ഒന്ന് കിണറ്റിൽ ഇറങ്ങിയത്. ആ ബീന ചേച്ചിക്ക് അറിയാല, അന്ന് ഞാനൊരു സ്വർണത്തിന്റെ സോപ്പ് ബീന ചേച്ചിക്ക് വന്നില്ലേ? സ്വർണത്തിന്റെ സോപ്പ് എടാ അതൊന്നും പറയണ്ട. ഞാനിപ്പോ എനിക്ക് വീടിന്റെ പണിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഭയങ്കരമായിട്ട് ഇപ്പൊ സ്വർണ്ണത്തിന് കൂടി. ഞാനിത് എടുത്ത് വെക്കാം, ഭയങ്കര ഒരു നിധി പോലെ വെക്കാന്ന് വെച്ചു. പക്ഷെ എനിക്ക് പറ്റിയില്ല. മനു അതിന്റെ ഇടയ്ക്ക് കൊണ്ട് അതെടുത്ത് കൊണ്ടേ വിറ്റും കളഞ്ഞു. അത് വിറ്റിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ സങ്കടമായി പോയത്. ഞാൻ അറിഞ്ഞിട്ടില്ല. എനിക്കത് എനിക്ക് സങ്കടം വരും. ഞാൻ പറയണില്ല. അത് മനോജേട്ടൻ വിറ്റുന്നല്ലേ പറഞ്ഞത്? വിറ്റതല്ല, അവിടെ ഞാനുണ്ടായിരുന്നു. ഇവര് ഇപ്പൊ ഒരു സീരിയൽ ഒരുമിച്ച് അഭിനയിച്ചു. അങ്ങനെ വരട്ടെ. ഈ കഴിഞ്ഞ മാസം ഇവര് തമ്മിൽ ഒരു സീരിയൽ അഭിനയിച്ചു. അപ്പൊ എന്റെ അടുത്ത് മനു കിടപ്പുണ്ട്. ആ ദിവ്യ ഇവര് തമ്മിലൊരു പരിങ്ങൽ അവിടെ. ദിവ്യ നമ്മള് കഴിഞ്ഞ ദിവസം കണ്ടില്ല. അപ്പൊ ഞാൻ കണ്ടോ മനു? ആ ഞങ്ങള് ഇല്ലേ ദിവ്യ? അപ്പൊ ഞാൻ മനുവിനോട് പറഞ്ഞു അതൊക്കെ സ്വന്തം ഭാര്യയോട് പറയാൻ വേണ്ടി പറ്റൂലല്ലോ. അതുകൊണ്ടാണ് അത് മറച്ചു പിടിച്ചത്. അല്ല എനിക്ക് അറിയായിരുന്നു. അതെനിക്ക് എന്റെ ഒരു കുറച്ച് പ്രശ്നങ്ങള് വിറ്റില്ല, എനിക്ക് തന്നു. ഫംഗ്ഷന് പോകാൻ ഇടാൻ വേണ്ടി, ഒരു ഫംഗ്ഷന് പോകാൻ ഇടാൻ വേണ്ടി തന്നതാ. സോപ്പല്ല, സോപ്പ് വിറ്റിട്ട് ഗോൾഡ് വാങ്ങിയായിരുന്നു. ഗോൾഡ് വാങ്ങി എനിക്ക് ഇടാൻ വേണ്ടി. ഞാൻ ചോദിച്ചു എനിക്കൊരു ഡയമണ്ട് നെക്ലേസ് വേണമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വാങ്ങിത്തന്നു. അതാണ് ഇവിടെ കണ്ടപ്പോ എനിക്കൊരു പരിങ്ങല്. ബീനച്ച് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ വേറൊരു സോപ്പ് ഞാൻ എന്റെ അലമാരിക്കകത്തിരിപ്പുണ്ടല്ലോ, കുറെ എണ്ണം ഉണ്ടല്ലോ. അപ്പൊ അത് ഞാൻ വേറൊരു പെണ്ണിന് കൊണ്ട് കൊടുത്തു. വേറെ പെണ്ണിന്? ദീപന്റെ ഗേൾഫ്രണ്ട്. ദീപന്റെ ഗേൾഫ്രണ്ട് അല്ലല്ലോ. മനുവേട്ടൻ എന്നോട് ആ സോപ്പിന്റെ കഥ പറഞ്ഞു. പക്ഷെ ഞാനിത് വിഷ്ണു പറഞ്ഞു നമുക്ക് രാത്രി പോയാൽ കിണറ്റിനകത്ത് വേറെ സോപ്പ് ഉണ്ടാവും നോക്കാന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോഴൊരു ദിനോസറിന്റെ കുട്ടി. ദിനോസറിന്റെ കുട്ടിയാ? അത് ഞാൻ വിഷ്ണുവിന്റെ കയ്യിലെടുത്ത് കൊടുത്തു. എന്ത് ചെയ്തടാ? ദിനോസറിന്റെ കുട്ടി ഉണ്ടല്ലോ, ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഇരുട്ടത്താണ് തിരിഞ്ഞു നിൽക്കുമോ ദിനോസറിന്റെ കുട്ടി. അടുത്തോട്ട് ഇങ്ങനെ ലൈറ്റ് അടിച്ച് അടുത്തോട്ട് തൊട്ടെത്തി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് ദിനോസറിന്റെ കുട്ടിയുടെ മുഖം ഉണ്ടല്ലോ ഏകദേശം ഇതേപോലെ ഇരിക്കുന്നു. സത്യം പറഞ്ഞാൽ ദിനോസറിന്റെ കുട്ടി എന്റെ വീട്ടിലുള്ളതാ. ഞാൻ വളർത്തുന്ന പെറ്റായിരുന്നു. സംഭവം എനിക്ക് ദുൽഖർ ഗിഫ്റ്റ് ചെയ്തതാ. ഞാൻ ദുൽഖർ ദുൽഖർ സൽമാൻ DQ. പക്ഷെ ഇവൻ ഇതൊക്കെ പറഞ്ഞു. ഞാനിത് രഹസ്യമായിട്ടൊന്ന് അറിഞ്ഞായിരുന്നു. ഞാൻ ഈ സ്ഥിരം ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ പോയപ്പോ നമ്മുടെ മറ്റേ ശങ്കരമ്മ ജ്യോത്സ്യര് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പ്രശ്നം വെച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് നല്ല സമയമാണ് ഇപ്പൊ അടുത്തിരിക്കുന്നത്, ഇന്ന സ്ഥലത്ത് കുറച്ച് നിധി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, നീ ഒന്ന് പോയി മുങ്ങി ഒന്ന് തപ്പാൻ പറഞ്ഞു. മുങ്ങണോ? മുങ്ങണ്ടി വരും, മുങ്ങിയാൽ നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. നീന്തൽ അറിഞ്ഞുകൂടാത്ത നീന്തലും മുങ്ങലും ഒക്കെ പഠിച്ചിട്ട് ഇവരാരും അറിഞ്ഞില്ല, മാമും അറിഞ്ഞില്ല. രാത്രി ഒരു ദിവസം വന്ന് ഞാൻ കെട്ടിയിറങ്ങിയായിരുന്നു. അയ്യോ, അതിന്റെ അകത്ത് ഞാൻ വെച്ചത് ഡ്യൂപ്ലിക്കേറ്റാ, ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്. നമ്മളോടാണോ കളി? ഞാൻ പറയാം, നെട്ടൂരാനോടാണോടാ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. ശരിയായില്ല, ഒന്നുകൂടി. നെട്ടൂരാനോ എന്റെ ശരിയായില്ല. ഒന്ന് പറഞ്ഞോ, ക്ലിയർ. നെട്ടൂരാനോടാണോടാ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി. നെട്ടൂരാനാണോടാ? ഭാവങ്ങൾ മാറ്റി വെക്കും. എവിടെയോ നെട്ടൂരാനോടാണോ കളി?
നെട്ടൂരാൻ ആരോടാണ് കളി? നെട്ടൂരാൻ ആണോടാ നിന്റെ കളി. കറക്റ്റാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും നന്നായിട്ട് ആരും പറയില്ല. നെട്ടൂരാൻ ആരോടാ നെട്ടൂരാൻ ആരോടാണ് കളി? അരുണിനോട് നെട്ടൂരാനാണോടാ നിന്റെ കളി. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? നെട്ടൂരാനാണോടാ നിന്റെ ആ കളി. അതാണ് correct. താങ്ക് യു. തെറ്റാണ് തെറ്റാണ് തെറ്റാണോ? തെറ്റാണ്. ഒന്നുകൂടി. നെട്ടൂരാനാണോടാ നിന്റെ കളി. അല്ല, ഇത് മാറ്റി പിടിക്കാൻ പറ്റുമോ? പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ആ ബെസ്റ്റ്. ഞാനത് ഞാൻ പറയട്ടെ, പറഞ്ഞോ. പഠിക്കേണ്ടതായിട്ടായിട്ടുള്ളത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ട് ഞാൻ പറയട്ടെ, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കരുത്. പഠിക്കേണ്ടതായി പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. നമ്മൾ ഒരേ ടീമാ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. അല്ല പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. വേണോ? അതെ. പഠിക്കേണ്ടതായിട്ടുള്ളത്. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. നവീൻ പഠിക്കേണ്ടതാത്ത പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. 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 ഞാൻ ക്വിറ്റ് ചെയ്തു. അതല്ല, എനിക്ക് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നോട് റിപ്പീറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് തെറ്റും. ഓർത്തോളൂ, പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. പഠിക്കേണ്ടതായിട്ടുള്ളത്. അല്ല, ഇനി മുതൽ ഈ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഇനി ബാൻ ചെയ്യാം. അപ്സര പറഞ്ഞേ. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. ഞാൻ വിചാരിക്കുന്നത് out of syllabus എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററോട് പറഞ്ഞിട്ട് ഈ വാക്ക് നമുക്ക് അതെ, അത് വളരെ നല്ലതാണ്. ഇത് നമ്മൾ ആംഗലേയ ഭാഷ, അദ്ദേഹം പറഞ്ഞ ആംഗലേയ ഭാഷ ഉപയോഗിക്കുന്നു. ഔട്ട് ഓഫ് സിലബസ്. ഔട്ട് ഓഫ് സിലബസ്. ഔട്ട് ഓഫ് സിലബസ്. അതെല്ലാവർക്കും പറയാം. അപ്പൊ അത് നന്നായി. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പറഞ്ഞാല് നമുക്ക് ഈ നുണകൾ പഠിക്കേണ്ട, വേണ്ട. സത്യം മാത്രം പറഞ്ഞാൽ മതി. സത്യം മാത്രം പറയാം. സത്യം ഇത് ചെയ്തേ. ഒരിതുണ്ട്, സത്യം പുറിയാതെ പ്രിയം പുറിയാതെ നമ്പുറിയാ സത്യം അപ്രിയം. എന്റെ ശിവനെ, സത്യമായതും പ്രിയമായതും പറയാം, പക്ഷെ അപ്രിയ സത്യങ്ങൾ പറയാൻ പാടില്ലെന്നാണ്. വീട്ടില് സാധാരണ പാചകം ചെയ്യാറുണ്ടോ? സമയം കിട്ടുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. സമയം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഘടകമാണ്. പക്ഷെ എന്നാലും അറിയാം എന്ത് വിഭവം വേണമെങ്കിലും ചെയ്യാൻ അറിയാം. എന്നാലും ഉണ്ടാക്കുന്നതിൽ ഏറ്റവും നല്ലത് ഏതാ? ഇഷ്ടത്തോടെ ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ല അഭിപ്രായം മാഡത്തിന് ഇഷ്ടം നോൺ വെജ് ആണോ വെജ് ആണോ ഏറ്റവും ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഇപ്പം പഴയതുപോലെയല്ലോ. അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാല് നോൺ വെജ് എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ വറുത്തത്, ചിക്കൻ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇപ്പൊ വെറൈറ്റി അല്ലേ എന്ന് പറയുന്ന പോലെ. വെജിറ്റേറിയൻസിനാണെങ്കിൽ അത് ഏതാണ്, മീറ്റ് ആണോ വെജിറ്റബിൾ ആണോ എന്ന് പോലും തിരിച്ചറിയില്ല. അത്ര നല്ല ഇതല്ലേ. കുക്ക് ചെയ്യുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം ഏതാ? എനിക്ക് തോന്നുന്നു ഫിഷ് ആണെന്ന്. നല്ല പുളിയൊക്കെ ഇട്ടും കറി വെക്കുന്നത് നമ്മുടെ മീൻ കറി. പക്ഷെ സാധാരണയായിട്ട് ഇപ്പൊ നമ്മള് ഈ കർക്കിടക മാസമായതുകൊണ്ട് തന്നെ ഈ ഔഷധിക്ക് അതിൻ്റെതായ ചില ഔഷധിയിലാണ് ഞാൻ പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഭക്ഷണത്തിന് മുമ്പായിട്ട് 1 മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണമെന്നും ഭക്ഷണം കഴിച്ച ശേഷം 1 മണിക്കൂർ ശേഷം ഞാൻ ഔഷധി ഒരിക്കൽ പോയപ്പോഴാണ് മനസ്സിലായത്. മാഡം അതിന്റെ ചെയർപേഴ്സണാണ്. അപ്പൊ അതുകൊണ്ട് ഔഷധിയുടെ കാര്യങ്ങളോട് പറയാമല്ലോ നമുക്ക്. ഔഷധി നമുക്ക് അല്ല, ഈ ഔഷധി എന്നുള്ളതല്ല, ഞാൻ നിങ്ങളോട് എല്ലാം പറയുന്നു. ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഫുഡ് കഴിക്കേണ്ടി വരും. അതാണ് നിങ്ങളുടെ സാഹചര്യം. അപ്പോൾ കിട്ടുന്ന നമ്മുടേതായ സമയങ്ങളിൽ ഹെൽത്തി ആയിട്ട് ഏറ്റവും നല്ല ഫുഡ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് എപ്പോഴും ഓർത്തോളൂ. നമ്മുടെ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ അതിനേക്കാട്ടിൽ നല്ല രുചിയാണ് ഹോട്ടലിൽ പോയി ഒരു ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ?
നമ്മൾ ആഡ് ചെയ്യുന്നതിനേക്കാട്ടിൽ കൂടുതൽ രുചി ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിന് ചേരാത്ത എന്തൊക്കെയോ അവിടെ ചേർക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇപ്പൊ അതിന് അഡിക്റ്റ്. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡാണോ ഇഷ്ടം, ഹോട്ടൽ ഫുഡാണോ ഇഷ്ടം? അപ്പം നമ്മുടെ കുട്ടികളെ കൂടെ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ രോഗമില്ലാത്തവരാരാ? ഞാനിപ്പോൾ ഔഷധിയിൽ ഇരിക്കുന്നത് കൊണ്ട് എനിക്കറിയാം അവിടെ വരുന്നതെല്ലാം ഒരുപാട് സ്കിൻ ഡിസീസുമായിട്ട് വരുന്നവരുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്ന ഉദര സംബന്ധമായ രോഗം, അസിഡിറ്റി, ദഹനമില്ല. ഇതാ എങ്ങനെ ദഹനം ഉണ്ടാവും? രാത്രി 10 മണിക്ക് നോൺ വെജ് ഒക്കെ തട്ടുകടകളിലും വലിയ വലിയ ഹോട്ടലുകളിലും, അതിന് ഈ തട്ടുകടയിൽ നിന്നും 5 സ്റ്റാർ ഒന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉള്ള റിക്വസ്റ്റ്, കർക്കിടക മാസമാണ്, നിങ്ങൾ തീർച്ചയായും ഒരു നേരം കർക്കിടക കഞ്ഞി കുടിക്കണം. നിങ്ങൾക്ക് എത്ര പേരാ? 8 പേര്. 10 പേര്. സോറി, ഈ 10 പേർക്കുള്ള കർക്കിടക കഞ്ഞി ഔഷധി സ്പോൺസർ അതൊന്ന് പറഞ്ഞ കുക്കറിൻ്റെ അകത്ത് അരിയിട്ടിട്ട് ആ മരുന്നുകളുടെ ഒക്കെ പറയുന്നുണ്ട്. 31 മരുന്ന് ചേരുന്നതാണ് ഔഷധിയുടെ കർക്കിടക കഞ്ഞി. അതും കൂടെ പറയുന്നുണ്ട്, ഇത്രയെന്ന് ചെറിയ ചെറിയ സ്പൂണ്. അതാണെങ്കിൽ ഒരു 5-6 വിസിൽ വേണേ, കാരണം ഈ അരിക്ക് ഇച്ചിരി വേവ് കൂടുതലാണ്. അത് കഴിയുമ്പോൾ സിമ്മിൽ ഒരു 10 മിനിറ്റ് കൂടി ഇട്ടിട്ട് അത് കഴിയുമ്പോൾ എടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഇന്ദുപ്പുണ്ട്, അതും കൂടെ ചേർക്കാം. പിന്നെ രുചി കൂടണോ, ഇച്ചിരി തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാം, അല്ലെങ്കിൽ നെയ്ക്കകത്ത് എള്ളോ അല്ലെങ്കിൽ ഉള്ളിയോ വറുത്തതൊക്കെ ഇട്ട് കഴിക്കാം. അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരാഴ്ച നിങ്ങൾ ഈ വൈകുന്നേരം കഴിക്കൂ, പിറ്റേ ദിവസം രാവിലെ നിങ്ങൾ എത്ര ഫ്രഷ് ആയിരിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇനിയിപ്പോ ഓണം വരാൻ പോകുന്നു, അപ്പൊ ഒരു ഓണപ്പാട്ട് അനീഷ് പാടും. അതായത് നമുക്കൊരുപാട് പച്ചപ്പും അല്ലെങ്കിൽ നമുക്കൊരുപാട് സംസ്കാരമൊക്കെ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഓരോ അനുദിനം നമുക്ക് ഓരോന്നും നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നേരത്തെ മേം പറഞ്ഞ പോലെ ഇപ്പോൾ മക്കളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ തന്നെ വീട്ടിലെ ഒരു നാടൻ ചിക്കൻ മേടിച്ച് അവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അവർ ഈ ബ്രോയിലർ ചിക്കൻ കഴിച്ച് ശീലിച്ചു പോയി. അപ്പോൾ നല്ലത് എന്താണെന്ന് പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മളിൽ നിന്ന് ഇങ്ങനെ ഊർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഹാദ് വെമ്പായത്തിൻ്റെ ഒരു കവിതയാണ്, അതിങ്ങനെ നാടൻ പാട്ടായിട്ട് ഇപ്പോൾ ഇങ്ങനെ പലയിടങ്ങളിലായിട്ട് അതിൻ്റെ ശീലികളിങ്ങനെ കിടപ്പുണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്: പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ മുഴുവൻ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിൽ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുവാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൻ ചൂടില്ലാർന്നേ, തീ വെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കരഞ്ഞു നിറഞ്ഞാൽ ഓടിവരാൻ പലരുണ്ടാർന്നേ. ആ നാട്ടിലും അതിലില്ലാർന്നേ, നടവഴിയിടവഴി 100 ഉണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിനു വിലയുണ്ടാർന്നേ. അടുത്ത വരി കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറമൻപുണ്ടാർന്നേ. എൻ്റെ പടച്ചോൻ നിന്റെ ഭഗവാൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടോരുണ്ടോ, എങ്ങോട്ടത് പോയറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, ഇത് വെറുമൊരു കനവാർന്നോ? സത്യം പറഞ്ഞേ കണ്ണ് നിറയണൂല്ലേ ആ കവിത. എവിടേക്കോ സ്പർശിക്കുക മനസ്സിന്റെ. ഈ നാട് കാണാനായിരുന്നു മഹാബലി തമ്പുരാൻ വന്നുകൊണ്ടേയിരുന്നത് അല്ലേ? ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറു വീട്ടിൽ പശിയില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചു കൊടുക്കുന്നൊരു കാലം നമുക്കുണ്ടായിരുന്നു.
എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഴയതിനെ ഓർമ്മപ്പെടുന്നത് അല്ലേ മാം? ഇപ്പൊ തന്നെ പറഞ്ഞത് ഓണപ്പാട്ട് പാടാൻ പറയുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ ആ ഓണ ചിന്തകൾ വരാനാണ്, അല്ലെങ്കിൽ നാടിന്റെ നന്മകളെ കുറിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരാനാണ്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ ഒരുമിച്ച് ഇതാ മാം ഉണ്ടാക്കി തരുന്ന സാൻഡ്വിച്ച് കഴിക്കാൻ പോകും. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni, Kesafi and നമ്മുടെ രാമചന്ദ്രൻ. ഇപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ അതിഥിയാണ് നമുക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാൻ പോണേ. മാം പറഞ്ഞു സാൻഡ്വിച്ച് ആണെന്ന് പറഞ്ഞു. അതെ. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ? ഇതിന് സത്യം പറഞ്ഞ പ്രത്യേകതയൊന്നുമില്ല, നമുക്ക് പെട്ടെന്നുണ്ടാക്കണം. ഒത്തിരി സമയം പഴയ കാലത്ത് അമ്മമാരൊക്കെ രാവിലെ മുതൽ കിച്ചണിൽ കിടക്കുന്നത്. ഇപ്പം മോഡേൺ അമ്മമാർക്കൊന്നും അതിന് നേരമില്ല. ഉണ്ടാക്കുന്നു, അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുക, എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ഇത് ബ്രെഡ് ഉണ്ട്, അപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ് സാൻഡ്വിച്ചിനാണെങ്കിൽ കുറച്ച് ഇങ്ങനെ ബട്ടർ എൻ്റെ തിട്ടിട്ട് ബ്രെഡ് ഒന്ന് മൊരിക്കും. ആ സമയം കൊണ്ട് നമ്മൾക്ക് ഇപ്പം ഇവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് ഇച്ചിരി എണ്ണം മാത്രമേ നമ്മൾ ഒഴിക്കണുള്ളൂ. സ്വർണ്ണത്തിന്റെ വില ആയതുകൊണ്ടാണോ? അങ്ങനെയും വേണമല്ലോ. ഇപ്പം ഇവിടെയാണെങ്കിൽ ചീരയുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, ഉള്ളിയുണ്ട്, ഇച്ചിരി മസാലയുണ്ട്. ഇതാണെങ്കിൽ പൊട്ടറ്റോ പുഴുങ്ങിയതുണ്ട്. ഇതാണെങ്കിൽ ഈ പച്ചച്ചീര തോരൻ വെച്ചതുമാ, പച്ചച്ചീര തോരൻ വെച്ചതാ. ഈ ചുമന്ന ചീരയാണേലും നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ തന്നെ തോരൻ വെക്കും, തോരൻ പോലെ. അപ്പൊ ഈ പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഇരിക്കുന്ന സാധനം നമുക്ക് ആദ്യം ഇത് നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ, അതായത് ചീരി അരിയും അതിൻ്റെ കൂടത്തിൽ തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് കറിവേപ്പിലയും കൂടിയിട്ട്, പിന്നെ വേണമെങ്കിൽ ഒന്ന് കടുക് വറുത്ത്. ഇത് ഞാൻ കടുക് ഒന്നും വറുത്തില്ല, താളിച്ചില്ല, കാരണം ഇത് നമ്മൾ ഇതുണ്ടാക്കാൻ പോകുന്നതായിരുന്നു. തോരൻ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു. ഇത് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. വെച്ചത് വേണമെങ്കിൽ നമുക്കൊരു സന്തോഷത്തിന് ഇതും കൂടി ഇടാം, കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ ഈ ചിക്കൻ സാൻഡ്വിച്ച്, വെജ് സാൻഡ്വിച്ച് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് എങ്ങനെ ചീര ആഡ് ചെയ്ത് മാമിന്റെ കോൺട്രിബ്യൂഷൻ ആണോ അത്? അങ്ങനെയല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ഈ നമ്മുടെ പഴയ കാലത്തുണ്ടായിരുന്നു ഇന്നതും കൂടെ ചേരില്ല എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരും അത് നോക്കുന്നില്ല. ഇപ്പൊ ആർക്കും അത് പറഞ്ഞാൽ പോലും മനസ്സിലാവില്ലേ വിരുദ്ധ ആഹാരമോ. നമ്മള് മലയാളികൾ തന്നെ എന്ന് പറയുമ്പോൾ സദ്യയുടെ കൂടെ ഇറച്ചി കൂട്ടും, മീൻ കൂട്ടും, പോത്തിറച്ചി കൂട്ടും, അതിന്റെ കൂട്ടത്തിൽ ഐസ്ക്രീം അപ്പൊ ഈ മലയാളി ഒരു അത്ഭുത സാധനം തന്നെയാണ് ഭക്ഷണ കാര്യത്തില്. മലയാളിയെ പോലെ ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഷസ് ഒരുമിച്ച് കഴിക്കുന്നവരെ ലോകത്ത് ഞാൻ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ പൊട്ടറ്റോ എല്ലാം ഇങ്ങനെ ഉടച്ചു വെച്ചേക്കുന്നതാണ്. നമുക്ക് ഇച്ചിരി കൂടെ ഇത് ഉടയണം. അടുക്കളയിൽ എന്തെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് പാചകം ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ ഇങ്ങനെ പാട്ടുകൾ കേൾക്കുന്നവരുണ്ടാവും, പാട്ട് പാടുന്നവരുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ശീലം? പാട്ട് കേൾക്കും. അപ്പം പാട്ട് പാടാനും ഇഷ്ടമായിരിക്കുമല്ലോ? പാട്ട് പാടാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പൊ പാടാൻ ഇഷ്ടമില്ല. പക്ഷെ ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടുമായിരിക്കും. ഇല്ല, അല്ല ചിരിയിലുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഒരു മൂളിപ്പാട്ട് ആവാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് മൂളാണ്? പാചകത്തിന് അങ്ങനെയുണ്ടോ? ചീരയും പൊട്ടറ്റോയും കൂടെ, ഫിഷൊക്കെ ആയിരുന്നെങ്കിൽ അയല വറുത്തതുണ്ട്, അല്ലേ? അങ്ങനെയൊക്കെ ബാക്കി എന്താ മറ്റേന്താ വറുത്തതുണ്ട്, മീൻ
കുടംപുളിയിട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂക്കും നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുരനെ. അങ്ങനെയൊക്കെ നമുക്ക് അതൊക്കെ കേൾക്കാൻ ഇഷ്ടമാണ്. ഇതിന്റെ കൂട്ടത്തില് നമുക്ക് മുട്ടയും കൂടെ. എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മള് ആളിറക്കാം. ചീരത്തോരൻ ഉണ്ടാക്കി അതിലേക്ക് പൊട്ടറ്റോ ഇട്ടു, അത് ഇളക്കി, അതൊന്ന് ഏകദേശം ആയപ്പോഴേക്കും അതിലേക്ക് 2 മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ചു. അത്രേ ഉള്ളൂ. യെസ്. നമുക്ക് ഒത്തിരി ഒന്നും അല്ലല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു വലിയ ജോലിയൊന്നും ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ഒരു ഇച്ചിരി ബട്ടർ ചേർത്തേ ഉള്ളൂ, ഒരു രുചിക്ക് വേണ്ടി മാത്രം. ഓക്കെ. സാധാരണ ഇഷ്ടമാണോ ഇങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടിട്ട്? ഇഷ്ടമാണ്. ആണോ? എൻജോയ് ചെയ്യുവോ? അതെ, കുക്ക് ചെയ്യണത് നിവർത്തികേടുകൊണ്ട് ചെയ്യുന്നതാണോ? സമയം കണ്ടെത്തി ചെയ്യുന്നതാണല്ലോ. ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാനത് ചെയ്യുന്നത്. സാൻഡ്വിച്ച് ഏകദേശം ഒരു ഘട്ടത്തിലേക്ക് എത്താറായെന്ന് തോന്നുന്നു അല്ലേ? മസാല സത്യം പറഞ്ഞാല് ഈ മസാല ഞാനെന്ന് എല്ലാം കൈക്കണക്കാണ്. എന്റെ അമ്മയ്ക്കൊക്കെ അങ്ങനെയാ. സ്പൂൺ കണക്ക് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അവരെല്ലാം കൈക്കണക്കാ. ഉപ്പായാലും മസാലകളായാലും. അതിനൊരു ടേം ഉപയോഗിക്കണം. എന്താ പറയുന്നത് അറിയാമോ? കൈ കണക്ക്. വേറെ സാധനം അറിയാതെ പിടിക്കണക്കെന്നോ? കൈപ്പാങ്ങെന്ന് പറയല്ലേ? ഞങ്ങൾ കൈക്കണക്കെന്ന് പറയും. ചിലര് കൈപ്പാങ്ങെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എവിടെയോ. സാൻഡ്വിച്ച് എവിടം വരെയായി? സെറ്റ് ആയിക്കൊണ്ടിരിക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സഹായത്തിന് വേണമെങ്കിൽ ആളെ വിളിക്കാന്ന് പറഞ്ഞപ്പോ തന്നെ അതിനകത്ത് ഉരുളക്കിഴങ്ങുണ്ട്, ചീര, ബട്ടർ ഇട്ടിട്ടേ. അടുത്ത ഒന്ന് പഠിക്കണ്ടേ? തൊടാൻ പേടി. അതൊക്കെ കൈകൊണ്ട് കേരേച്ചിയാണ്, കേരേച്ചി. ആള് കൂടിയ പാമ്പ് ചാവൂലെന്ന് പറഞ്ഞ മര്യാദക്ക് ചെയ്തോണ്ടിരുന്നതാണ്. ഒറിയോ കണ്ടപ്പോ മനസ്സങ്ങോട്ട് പോയി. നല്ലായിട്ടുണ്ടാക്കിയാൽ നല്ലായിട്ട് തിന്നാം. അടിപൊളി. അല്ല ഇപ്പൊ തന്നെ ആ ബട്ടറും ബ്രെഡ് ഒക്കെ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സ്മെല്ല് അടിപൊളി. സാൻഡ്വിച്ച് നമ്മളിങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തേയിലോട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിനകത്ത്, കാരണം ബട്ടറും ചീസും. വേണമെങ്കിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോ അബദ്ധത്തിൽ തിരിഞ്ഞുപോയി. ഞാൻ കറക്റ്റ് കാണിച്ചു കൊടുത്തു. കണ്ടോ നിങ്ങൾ? കണ്ടു. ബട്ടറിലേക്ക് അങ്ങനെയല്ല, അത് ചെയ്യുന്നതാണ്. പിന്നെ അത് എല്ലാവരും അർപ്പിച്ചപ്പോ ചേച്ചി വല്ല സഹായം വേണോ? ഇത് വേണമെങ്കിൽ ആവശ്യമില്ലാത്തൊന്നും പറയാതെ മേഡം അത് നല്ല നീറ്റായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. വേണ്ട, എന്തിനാണ് അടുത്ത ആള് വന്ന് അല്ല വേറൊരു കാര്യം, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ സാൻഡ്വിച്ച് ആയിട്ടാണ് കഴിക്കുന്നത്. അല്ല അതിന് എന്താന്ന് അറിയണ്ടേ, എന്താ സാധനം എന്ന് അറിയാൻ വേണ്ടി ഒരു ടേസ്റ്റ് ഒരു പൊടിക്കും ഞാനൊരു കാര്യം പറയാം.
ഇതുവരെ ചെയ്തൊക്കെ നന്നായി, ഇനി ഇവർ സമ്മതിക്കില്ല. അപ്പൊ എന്തായാലും നമ്മള് ചീര കൊണ്ടുണ്ടാക്കുന്ന സാൻഡ്വിച്ച് കഴിഞ്ഞു. നമുക്കത് മതി. ഇനി മാം വേറെന്തോ ചെയ്യുമെന്ന് പറഞ്ഞില്ല, വേറെ എന്താ സംഭവം? നമ്മള് ഈ പിള്ളേരെ കളിപ്പിക്കാനായിട്ട് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ട് പിള്ളേരെ കളിപ്പിക്കാൻ എങ്ങനെ ചെയ്യുന്നത്? ഈ ഓറിയോ ബിസ്ക്കറ്റ് കണ്ടില്ലേ, നമ്മള് മെൽറ്റ് ചെയ്തു, ഫ്രഷ് ക്രീം ഇട്ട് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് എന്നിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കും. അതിന്റെ മുകളിൽ ചീസും കൂടെ വെച്ച് തിരിച്ചും പിരിച്ചും ഇട്ട് ഓറിയോ സാൻഡ്വിച്ച് ആയി. ഇത് വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണോ? അതാണ് പിള്ളേരെ പറ്റിക്കാന്നൊക്കെ പറഞ്ഞ. അതെ, ഇത് ഓരോന്നും നമ്മൾ ചെയ്തിട്ട് വീണ്ടും ഇത് മൊരിക്കും, ഇങ്ങനെ ചെയ്യും. അതല്ല, നമുക്ക് സാൻഡ്വിച്ച് മെഷീൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്താണെങ്കിൽ ആ കറക്റ്റ് ടൈം ആവുമ്പോൾ അത് ശരിയാവും. ഇത് ഇങ്ങനെയായി. ഇത് കഴിഞ്ഞാൽ മതി. ഈ ഓറിയോയുടെ വീണ്ടും അതും വെക്കും അല്ലേ? ചീസ് വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി വെക്കാം, അപ്പോഴല്ലേ ചീസ് മെൽറ്റ് ആവും. ഇതൊക്കെ അല്ലേ ഓക്കെ. ഈ ചീസ് മെൽറ്റ് ആവണമെങ്കിൽ നമ്മൾ ഇത് വെച്ചാലല്ലേ മെൽറ്റ് ആവും. ഇത് ഓറിയോ സാൻഡ്വിച്ചും, അതായത് ഓറിയോ നമ്മൾ ഒരു മിൽക്കിൻ്റെ അകത്തിട്ട് ചെറുതായിട്ട് ഒന്ന് മെൽറ്റാക്കി അത് നമ്മുടെ ഈ ബ്രെഡിൻ്റെ അകത്ത് തേച്ച്, ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ചീസോ ബട്ടറോ ഒക്കെ ചേർത്താൽ ഇങ്ങനെ ഉപയോഗിക്കാം. ഫിനിഷ്. ഒരു വിഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് തരം. സെലിബ്രിറ്റി കിച്ചൺ മാജിക്കിൽ നമ്മൾ ഇന്ന് അതിഥിയായെത്തിയത് പ്രിയപ്പെട്ട ശോഭന ജോർജ് മാം ആയിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടിട്ട് ഒരു പണി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ കണ്ടിട്ട് പണിയല്ല എന്ന് തോന്നുന്നു. വിഭവങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഓറിയോ കൊണ്ട് നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പിനാച്ച് ചീര കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. ചീര കൊണ്ട് ഉണ്ടാക്കി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ബാക്കി ഐശ്വര്യമായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇത് ഓറിയോ ബിസ്ക്കറ്റ് കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ചാണ്. ഇത് ചീര കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ചാണ്. കാരണം പെട്ടെന്ന് നമുക്ക് ശരിക്കും നമ്മളൊന്ന് വിശന്ന് വരികയാണെങ്കിൽ പോലും നമ്മൾക്ക് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം. ഒത്തിരി പാത്രം ഒന്നും കഴുകണ്ട. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഒരു ഹൈലൈറ്റ്. അതെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇത് ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു. കഴിച്ചു നോക്കാം. എല്ലാവർക്കും കൊടുക്കട്ടെ. താങ്ക് യു. അടിപൊളിയായിട്ടുണ്ട്. നന്നായിരിക്കുന്നത്. ഇത് ഉണ്ടാക്കി വെച്ച തീരുന്ന അറിയത്തില്ല കേട്ടോ. ഇത് നമ്മൾ അവസാനം അത് വീണ്ടും പാനെ വെച്ച് അത് ചൂടാവുമ്പോഴാണ് ചീസ് മെൽറ്റ് ആവുന്നത്. അതൊരു ഹൈലൈറ്റ്. ശരിയാണ്. അത് നമ്മൾ എങ്കിലേ ആ ഒരു ബ്ലെൻഡ് ആയിട്ട് ആ ഒരു കോമ്പിനേഷൻ. അപ്പൊ എന്തായാലും ശരി, നമുക്ക് അടിപൊളിയായിരുന്നു. നമുക്കിനി അങ്ങോട്ട് പോയാലോ? ഇനി അങ്ങോട്ട് പോകുന്നുണ്ടോ? നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനിയുണ്ടോ? പിന്നെ അത് ശരി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവേർഡ് ബൈ അമൃതവേണി കേസഫി ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. പണി തരുമെന്ന് പറഞ്ഞു,
പക്ഷെ പണിയല്ല. അടിപൊളിയായിരുന്നു. സാൻഡ്വിച്ച് കലക്കി. അതുപോലെ ആദ്യമായിട്ട് കഴിക്കുക ഇങ്ങനെ ചീര വെച്ചിട്ടുള്ള ഒരു ചിക്കനാ കഴിക്കാത്ത ചീര വെച്ചിട്ട് സാൻഡ്വിച്ച്. നമ്മൾ ചീര തോരൻ കഴിക്കും, പരിപ്പും ചീരയിട്ട് കറി വെക്കും, അതിനപ്പുറത്തേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല ചീര. അല്ല ഇത് ചീര മുട്ടയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ, അതാണ് സൂപ്പർ. പ്രോട്ടീൻ ആണല്ലോ. ആ തീർച്ചയായും ചീര ഫൈബറാ. അതെ. യാത്ര പറഞ്ഞു പോകേണ്ട സമയം മാഡത്തിന്. നമ്മളും യാത്ര പറയേണ്ട സമയം ഇന്നത്തെ ദിവസം. നമ്മൾ നാളെ വീണ്ടും കാണും. പക്ഷേ ഞാൻ ഇനി വീണ്ടും വരണം, ഇടയ്ക്ക് വരണം നമ്മളെപ്പോലെ. ഇതുപോലെ നമ്മുടെ സ്നേഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ മാഡത്തിന്റെ ഈ കൈപ്പുണ്യം നമുക്ക് അറിയാനായിട്ട്. അത് മാത്രമല്ല മേഡം വന്നപ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്പിറേഷനും ഒരു പോസിറ്റീവ് എനർജിയും കുറച്ചുകൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ലതായിട്ട് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ മേഡം വന്നു. അല്ലല്ല മേഡം വന്ന് നിന്നപ്പോ തൊട്ട് അത് നോക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്ത് രസം, ഭയങ്കര പോസിറ്റീവായിട്ട് എടുത്തിട്ട് അത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ. പട എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കിതിനു മുമ്പ് ഞാൻ ഈ ഫ്ലോറിൽ വന്നപ്പോഴും ആ സന്തോഷം കൊണ്ടാണ് ഇപ്പോഴും വന്നത്. പക്ഷെ അന്നത്തെ കാലം കുറച്ചുകൂടി നന്നായില്ലേ ഇപ്പൊ എല്ലാവരും? എനിക്ക് എപ്പോഴും നിങ്ങളെല്ലാം സന്തോഷമായിട്ട് കാണണം. അതെ, നിങ്ങളെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളെ വെറുതെ വിചാരിക്കണ്ട, നിങ്ങളെയൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഓ നന്നായിരിക്കണേ. ഞാൻ എപ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആരോഗ്യവും പ്രാർത്ഥനയും എല്ലാവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാവട്ടെ. താങ്ക് യു. ആരോഗ്യം നമുക്ക് എന്തായാലും ഉണ്ടാകും. കർക്കിടക കഞ്ഞി കുടിക്കുമ്പോൾ സാധനം ഉണ്ടാവും നമുക്ക്. അത് നമുക്ക് കുഴപ്പമില്ല. പിന്നെ പുതിയ സിനിമ വല്ല എടുക്കുന്നുണ്ടോ? നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാം. ഞാൻ ഒരു അവസരം തരാം. അല്ല നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ജീവിതത്തിൽ എപ്പോഴും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക. പ്ലാൻ ഉണ്ടോ സിനിമയുടെ പുതിയ എന്തെങ്കിലും? ഇപ്പൊ ജോലിഭാരം ഭയങ്കര, 1000-ഓളം തൊഴിലാളികളുണ്ട്. അപ്പൊ നിന്ന് തിരിയാൻ നമുക്ക് സമയമില്ല. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നു. എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ചുറുചുറുക്കോടുകൂടി സൗന്ദര്യത്തോടുകൂടി സുന്ദരമായിട്ട് മനോഹരമായിട്ട് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആയുരാരോഗ്യവും നേരുന്നു. പക്ഷേ ഒരു ഡാൻസ് കളിക്കാൻ പോകാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാം. പിന്നെന്താ? പക്ഷെ എല്ലാരും ഇങ്ങനെ ഇരുന്നോണ്ടൊന്നും പാടിയാലും അങ്ങനെയല്ല. നമ്മൾ രണ്ടുപേരും കൂടെ തുടങ്ങും. തൃശ്ശൂർ എന്നാണല്ലേ ഞാൻ വരുന്നേ. കാന്താ ഞാനും തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്താ, 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 കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്നു കാണണം കാന്താ, തിമിലയെനിക്കൊന്നു കാണണം കാന്താ, തിമിലയെനിക്കൊന്നു കാണണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. തിമിലയെനിക്കൊന്നു കാണണം കാന്താ, തിമിലയെനിക്കൊന്നു കാണണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, തിമിലയെനിക്കൊന്നു കൊട്ടണം കാന്താ, കാന്താ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞങ്ങളോട് കളിക്കാനും ചിരിക്കാനും ഇങ്ങനെ പാചകം ചെയ്യാനും വാചകം അടിക്കാനും ഒക്കെ സമയം കണ്ടെത്തിയതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോ മിൽമ പ്രസൻസ് ഫിറ ഫുഡ് സെലിബ്രിറ്റി കിച്ചൺ മാജിക് സീസൺ 3 പവർഡ് ബൈ അമൃതവേണി KSFE ആൻഡ് നമ്മുടെ രാമചന്ദ്രൻ. ബൈ.